الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നാം ഇവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക സാഹോദര്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്ത്, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ആ വിശ്വാസ സാഹോദര്യത്തിന്റെ തീഷ്ണത, അതിന്റെ ഊഷ്മളത, അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ചാണ് 2-3 ആഴ്ചകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിലാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന ഈ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നിട്ടുള്ളത്. സത്യവിശ്വാസികൾ സഹോദരന്മാരാകുന്നുവെന്ന്. സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്തിന് ശേഷം തുടർന്ന് വന്ന 2 ആയത്തുകൾ, അത് വളരെ പ്രധാനപ്പെട്ട 2 ആയത്തുകളാണ്. ഈ സാഹോദര്യ ബന്ധം ശക്തമായി നിലനിൽക്കുന്നതിന് തടസ്സമാകുന്ന, വിശ്വാസികൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധത്തെ ഹനിച്ചു കളയുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് കരുതിയിരിക്കണം എന്നാണ് തുടർന്നുള്ള 2 ആയത്തിൽ പറയുന്നത്. ഞാൻ വെറുതെ ആയത്തൊന്ന് അർത്ഥം പറഞ്ഞാൽ തന്നെ മതി, കുറെ വിശദീകരിക്കേണ്ടൊന്നും കാര്യമില്ല, നമുക്ക് മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, മനുഷ്യർക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന, മോശമാക്കുന്ന, ആളുകൾക്കിടയിൽ വെറുപ്പും വിരോധവും ഉണ്ടാക്കുന്ന, അകൽച്ച സൃഷ്ടിക്കുന്ന, സാഹോദര്യ ബന്ധത്തെ ഹനിക്കുന്ന ചില കാര്യങ്ങൾ. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം, വിശ്വാസികളെ നിങ്ങൾ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. അസാ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ യകുന്ന ഖൈറൻ മിൻഹുന്ന, സ്ത്രീകളും കളിയാക്കരുത്, പുരുഷന്മാരും കളിയാക്കരുത്, ഒറ്റക്കും കളിയാക്കരുത്, കൂട്ടായും കളിയാക്കരുത്, പരിഹസിക്കരുത്.
പരിസരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളൊക്കെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും ചെയ്യുന്നതും വിധേയരാകുന്നതൊക്കെയാണത്. എന്തിന്റെ പേരിലാണ് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുന്നത് വെച്ചാൽ അയാളെക്കാൾ ഇയാൾ മികച്ചതാണെന്ന് അയാൾക്ക് തോന്നാം, ഞാൻ അവനേക്കാൾ കേമനാണെന്ന്. എന്നിട്ട് മോശക്കാരനായിട്ട് തോന്നുന്ന ഒരാളെ കളിയാക്കാം, പരിഹസിക്കാം. അതെന്തിന്റെയൊക്കെ പേരിലാവാം. അയാളുടെ രൂപത്തിന്റെ പേരിലാവാം, അയാളുടെ സ്വഭാവത്തിന്റെ പേരിലാവാം, പെരുമാറ്റത്തിന്റെ പേരിലാവാം, അയാളുടെ മറ്റ് സാഹചര്യങ്ങളുടെ പേരിലാവാം. ഒക്കെ പറഞ്ഞിട്ട് അയാളെ ഇങ്ങനെ അവഹേളിക്കുന്ന, കളിയാക്കുന്ന, പരിഹസിക്കുന്ന സ്വഭാവം. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഒരാളെ കളിയാക്കുമ്പോൾ നോക്കണം, ആലോചിക്കണം, നിങ്ങളെക്കാൾ അയാളായിരിക്കും നല്ലവൻ, ഉത്തമൻ അയാളായിരിക്കും, നിങ്ങളല്ല. പക്ഷെ നിങ്ങൾ വലിയ ആളാന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റൊരാളെ എങ്ങനെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കാം. അരുത്. ശുദ്ധീകരണം ഇല്ല എന്ന് പറഞ്ഞില്ലേ? ലാ യസ്ഫർ ഖൗമും മിൻ ഖൗമിൻ, ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. അത് നിങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കും. പരസ്പരം വിരോധവും വിദ്വേഷവും മനസ്സിൽ രൂപപ്പെടും. അതുപോലെ തന്നെ വലാ തൽമിസു അൻഫുസകും, വേറൊരു സംഗതി, ഒഴിവാക്കേണ്ട സംഗതി, കുത്തുവാക്കുകൾ പറയരുത്. കുത്തുവാക്കുകൾ പറയാൻ നമ്മൾ പറയാം, കുത്തിപ്പറയാം, നമുക്കറിയാം. എന്താണെന്ന് ചോദിക്കണ്ട, നമുക്കൊക്കെ അറിയാം. കുത്തിപ്പറയാം, നേർക്ക് നേരെയൊന്നും പറയില്ല, പക്ഷെ ആളെങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ കുത്ത അയാൾക്ക് ഏൽക്കും. അങ്ങനെ കുത്തേറ്റ് അയാൾ പൊളയും മാനസികമായി. അയാൾ അല്ലെ, എന്നാ നേർക്ക് നേരെ എന്തെങ്കിലും പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, തട്ടിപ്പറയാന്നൊക്കെയാണ് നമ്മളെ നാടൻ ഭാഷ. അപ്പൊ ഈ തട്ടിപ്പറയാ, കുത്തിപ്പറയാ, കുത്തുവാക്കുകൾ പറയാ, വേദനിപ്പിക്കുന്ന രൂപത്തിൽ, നേർക്കുനേരെ അല്ലാതെ പ്രത്യക്ഷമല്ലാതെ പരോക്ഷമായിട്ട് സംസാരിക്കുക, ഈ പണികൾ വിശ്വാസികളെ നിങ്ങൾ ചെയ്യരുത്. അല്ലാഹു തആല പറയാം, നിങ്ങൾക്ക് ചെറിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കണ്ടോ? വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് പറയാം, ഇത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ മോശപ്പെട്ട പേരുകൊണ്ട് ആളുകളെ വിളിക്കരുത്. ഒരാൾക്ക് അയാളുടെ ഉമ്മയും ബാപ്പയിട്ടൊരു പേരുണ്ടാവും, പലപ്പോഴും ആളുകൾക്ക് ആ പേരേ ഓർമ്മയില്ല. എന്താ ശരിക്കും എന്റെ പേര്? അയാൾക്കൊരു വട്ടപ്പേരുണ്ട്. ആ പേര് വിളിക്കുന്നതോട് അയാൾക്ക് ഇഷ്ടമാണോ എന്നും കൂടെ ആലോചിക്കണം. നിവൃത്തികേടുകൊണ്ട് പിന്നെ അയാൾ ആ പേരിന്റെ ആളായിട്ട് മാറുകയാണ്. ഉന്നത സംസ്കാരമുള്ള ഒരു മനുഷ്യന് യോജിച്ചതല്ല ഒരാളെ അയാൾ ഇഷ്ടപ്പെടാത്ത പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നതും അയാളെ ആ പേരുകൊണ്ട് പരിചയപ്പെടുത്തുന്നതും. വലാ തനാബസൂ ബിൽ അൽഖാബ്, മോശപ്പെട്ട പേരുകൊണ്ട് വിളിക്കരുത്. അല്ലേ? മനുഷ്യൻ പലപ്പോഴും ഉണ്ട്, പല ഹദീസുകളിലുണ്ട് അല്ലേ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു, നല്ല മനുഷ്യൻ മരിച്ചാൽ മലക്കുകൾ വന്നിട്ട് അയാളുടെ നല്ല പേര് പറഞ്ഞു വിളിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ഒരാളെ ഏറ്റവും സന്തോഷിക്കുന്ന അയാളൊക്കെ ഇഷ്ടമുള്ള പേര് പറഞ്ഞു വിളിക്കാൻ. അപ്പൊ അതില്ല, ഇയാൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പേര്, എല്ലാവർക്കും ഓരോ പേര് നമ്മളങ്ങ് ഇട്ടിരിക്കാം, എന്നിട്ട് ആ പേരുകൊണ്ട് വിളിക്കല, ആ പേരുകൊണ്ട് പരിചയപ്പെടുത്തല. അത് അയാൾക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടോ? സഭയിൽ വെച്ചിട്ട് അയാൾ ആ പേര് വിളിക്കും, സദസ്സിൽ വെച്ചിട്ട് വിളിക്കാം, ആളുകൾക്കിടയിൽ വിളിക്കാം, ആ പേരുകൊണ്ട് അയാൾ അഭിസംബോധന ചെയ്യാൻ പരിചയപ്പെടുത്തും. അരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്. എത്രത്തോളം പറയാം, ബീസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, വിശ്വാസത്തിന് ശേഷം തെറ്റായ പേരുകളൊക്കെ ചീത്തയാണ്. അതൊന്നും മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അടിപൊളി മാറ്റി പണിതിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് പുതിയൊരു സംസ്കാരമാണ്, പുതിയ ഭാഷയാണ്, പുതിയ ശൈലിയാണ്, പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ ജീവിത രീതിയാണ്, പുതിയ പേരാണ്, ഒക്കെ നിങ്ങൾക്ക് അതാ. അതുകൊണ്ട് സത്യവിശ്വാസത്തിന് ശേഷം നിങ്ങൾ മോശപ്പെട്ട പേരുകൾ വിളിച്ചിട്ട് ആളുകളെ അഭിസംബോധന ചെയ്യരുത് എന്നുകൂടി അല്ലാഹു തആല പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം, കുട്ടികളും വലിയവരും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊക്കെ മനുഷ്യരുടെ ബന്ധങ്ങൾ തകർക്കുകയും മനുഷ്യർക്കിടയിൽ മനസ്സിൽ വിരോധവും വിദ്വേഷവും സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് പാടില്ല. വമല്ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇതൊക്കെ വലിയ തെറ്റാ, തൗബ ചെയ്യണമെന്ന്. ആരെങ്കിലും തൗബ ചെയ്തിട്ടില്ലെങ്കിൽ ഈ അക്രമികൾക്ക് ഉണ്ടല്ലോ, അവരൊക്കെ അക്രമികളാണ്, അതിന് ശിക്ഷ അവർ കാണുന്നു. വേറൊക്കെ പറഞ്ഞിട്ടുണ്ട്, എഫ്അൽദാലിക യൽഖ അസാമ എന്ന് പറഞ്ഞിട്ടില്ല വേറൊക്കെ. തൗബ ചെയ്യാൻ മാത്രമുള്ള തെറ്റാണ് ഒരാളെ വട്ടപ്പേര് വിളിച്ചിട്ട് കളിയാക്കുന്നതും പറയുന്നതും. അത്രയും വലിയ തെറ്റാണ്, അരുത് എന്ന്. അതാണ് തൊട്ടടുത്ത ആയത്ത്, സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ ആയത്ത്. രണ്ടാമത് പറഞ്ഞത് പിന്നെ അതിന്റെ അടുത്ത ആയത്താ, അത് ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻനി. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ തകർന്നു പോകുന്ന, സാഹോദര്യ ബന്ധത്തിന് ഊനം തട്ടുന്ന, ഹനിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ പലതും പലരെ കുറിച്ച് ഊഹിച്ചുകൊണ്ടിരിക്കും. അധികമായി ഊഹിക്കുന്നത് ഉപേക്ഷിക്കുകയും. കാരണം ചില ഊഹങ്ങളൊക്കെ തെറ്റാണ്.
രണ്ടാൾ സംസാരിക്കുക, പ്രത്യേകിച്ച് സാഹചര്യം രണ്ടാൾ സംസാരിക്കും. അവനാ എന്നെ പറ്റിയാണോ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പല ഊഹങ്ങളുണ്ട് നമുക്ക്. എന്തോ ധരിച്ചു വെക്കുകയും പിന്നെ നമ്മളെ നിലപാടൊക്കെ ആ ധാരണയുടെ അടിസ്ഥാനത്തിലും പിന്നെ പറയുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ അയാളതൊന്നും അറിഞ്ഞിട്ടുള്ള ചെയ്തില്ല. പക്ഷെ നമ്മളങ്ങനെ അത് നിങ്ങൾക്കിടയിലുള്ള നല്ല ഒരു സൗഹൃദ ബന്ധത്തിന് കോട്ടം തട്ടിക്കും, സാഹോദര്യ ബന്ധത്തിന് കോട്ടം തട്ടിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഓരോന്നും കുറേ പറയേണ്ട ഓരോ വിഷയങ്ങളായിട്ട് പറയേണ്ടതാണ്. അത് മറ്റൊരു സമയത്ത് വേണമെങ്കിൽ പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങൾക്കിടയിൽ പരസ്പരം ധാരണ വെച്ച് പുലർത്തുന്ന, തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന, പലപ്പോഴും നിങ്ങളുടെ ധാരണ ചിലതൊക്കെ തെറ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നേർക്കുനേരെയുള്ള ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അനുഭവങ്ങളുടെയും ബോധ്യത്തിന്റെയും അറിവിന്റെ അടിസ്ഥാനത്തിലെ നിലപാടുകൾ എടുക്കാവൂ. ഓക്കെ. പിന്നെ പറഞ്ഞത് വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞും കുത്തി അന്വേഷിച്ച് നടക്കരുത്. ചുഴിഞ്ഞും കുത്തി അന്വേഷിച്ചുകൊണ്ട് നടക്കരുത്. ഒളിക്യാമറ വെച്ചിട്ട് ഫോണിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട്, കട്ട് കേട്ടിട്ട് വാതിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട്, പിന്നെ അപ്പുറത്ത് നോക്കിയിട്ട്, അടുക്കളയിലെ വാതിലൂടെ ഓടിക്കേറിയിട്ട്, ഈ ജാതി പരിപാടികളൊന്നും ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് ചൊഴിഞ്ഞന്വേഷിച്ച് ഒളിഞ്ഞന്വേഷിച്ച് കയറി ചെല്ലുന്ന പരിപാടിയില്ല. അത് കൊടിയ തെറ്റാണ്. വല തജസ്സസു, ആ പരിപാടി നിങ്ങൾ ചെയ്യരുത്. വല യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ ഇങ്ങനെ ദുഷിച്ചു പറയരുത്. അങ്ങനെ ഗീബത്ത് പറയാൻ നമ്മൾ പറയും. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കുറ്റങ്ങൾ കുറവുള്ളൂ. കുറ്റമില്ലാത്ത ഒരാളുമില്ല. എല്ലാം തിരഞ്ഞിട്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുമില്ല. കവി പറഞ്ഞിട്ടുള്ള ലക്ഷം പേര് ഒരുമിച്ച് കൂടിയ ലക്ഷണമൊക്കെ ഒന്നോ രണ്ടോ അതും ഉണ്ടാവില്ല. വെറുതെ ഇനി ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ എത്ര. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിലെല്ലാം തികഞ്ഞ ആരുമില്ല. അപ്പൊ കുറ്റം പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കെന്താ? അപ്പൊ ഇത് വളരെ നമ്മൾ തുറക്കാണ്ടിരുന്നാല്, നമ്മൾ കയറി ഇരുന്നാൽ, കടത്തുന്നതിൽ ഇരുന്നാല്, നമ്മൾ ബെഞ്ചിൽ കയറി ഇരുന്നാൽ, നമ്മൾ വെയിറ്റിംഗ് ഷെഡിൽ കയറി ഇരുന്നാൽ, ചായക്കടയിൽ കയറി ഇരുന്നതാണ്. ഇപ്പൊ പുതിയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും ഇത് തന്നെയാണ് പരിപാടി. വല യഗ്തബ് ബഅ്ദുകും ബഅ്ദ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ ദുഷിച്ചു പറയരുത്. അത് എന്തുമാത്രം മോശപ്പെട്ട കാര്യം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഈ പറഞ്ഞ് ദുഷിച്ചു പറയാന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഒരാളെ കുറിച്ച് അയാൾ ഉള്ള കാര്യം പറയുമ്പോൾ ഉള്ളത് പറയുന്നതാണ് കുഴപ്പം. ഉള്ളത് പറഞ്ഞതാണ് കുഴപ്പം. ഇല്ലെങ്കിൽ കളവാണ്. ഇല്ലാത്തതാണ് പറഞ്ഞെങ്കിൽ കളവാണ്. ഉള്ളതേ പറയരുത്. ഉള്ളതുപോലെ നിങ്ങൾ പറയരുത്. കാരണം എന്താണെന്നറിയോ? യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരൻ മരിച്ചിരിക്കുകയാണ്. ആ മരിച്ച സഹോദരന്റെ മാംസം എടുത്തിട്ട് കറി വെച്ച് കഴിക്കുമോ അല്ലെങ്കിൽ പച്ചക്ക് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അല്ലാഹു തആല ചോദിക്കും. അപ്പൊ എത്രയുണ്ട് ഇതിന്റെ ഗൗരവം. അപ്പൊ ഇതൊക്കെ ഒരു ഉന്നതമായ സംസ്കാരം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് നാവുമായി ബന്ധപ്പെട്ട് നമ്മൾ നാവിൻ്റെതായിട്ടുള്ള സംഗതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും. പക്ഷെ ഇതൊരു നമ്മുടെ ഒരു കൾച്ചറിന്റെ, ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റു മനുഷ്യരെ കുറിച്ച്, മറ്റു മനുഷ്യരോടുള്ള സമീപനത്തിൽ നമ്മുടെ സമീപനം പല തരത്തിലുള്ള ആളുകളാണ്. ചെറിയവരും വലിയവരും അല്ലെ, പല നിറത്തിലും രൂപത്തിലും ഭാവത്തിലും പല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അല്ലെ, ഇങ്ങനെയാണ് ആളുകളൊക്കെ. അപ്പൊ എങ്ങനെയാണോ മനുഷ്യരുള്ളത് അങ്ങനെ ഉൾക്കൊണ്ടിട്ട് ആരെക്കാളും ആരും കേമനല്ല. ഞാൻ അവരെക്കാളൊന്നും കേമനല്ല. ഞാൻ വലിയ ആളാണെന്ന് വിചാരിക്കുന്നു, പക്ഷെ എന്നെക്കാളും വലിയ യോഗ്യതയും കേമത്വവും കഴിവും അവനുണ്ടാവും എന്നുള്ള ഒരു ധാരണയുടെ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ നിങ്ങൾ പ്രവർത്തിക്കണം. വിശ്വാസികളെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ പരിഹാസം, പട്ടപ്പേര്, കുത്തുവാക്കുകൾ പറയുക, ചീത്ത പേരുകൾ വിളിക്കുക, കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാള് എന്താ പറയാ, ഒരാള് വർത്താനം പറഞ്ഞു, ഞങ്ങൾ 3 പേര് ഇരിക്കുകയാണ്, പക്ഷെ എനിക്ക് എണീറ്റ് പോകാൻ പേടിയെന്ന് അവിടുന്ന്. എണീറ്റ് പോയാൽ എന്താണെന്നറിയോ? ഞാൻ പോയാൽ അവര് 2 ആൾ കൂടി ഇന്നെ പറയും. അപ്പൊ അതുകൊണ്ട് എണീറ്റ് പോലും ഞാൻ അവിടെ തന്നെ ഇരിക്കാം. ഞാൻ അവസാനം പോകാൻ തീരുമാനിച്ചു. ഇതൊക്കെയാണ് രൂപങ്ങൾ എന്ന് പറയുന്നത്. അരുത്. ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ ദോഷിച്ചു പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ചെറുതെന്ന് തോന്നും, പക്ഷെ ചെറുതല്ല. നമുക്ക് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടതാ, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാ, പ്രത്യേകിച്ചും നമ്മുടെ ഇസ്ലാമിക സാഹോദര്യത്തെ തകർക്കുന്ന, മാനുഷിക ബന്ധങ്ങളെ തകർക്കുന്ന ഇത്തരം സംഗതികൾ ഉപേക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ എന്താ അറിയാം? വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കുക. നമ്മൾ തഖ്വ ആയിക്കൊള്ള എന്നും പറയും. നമ്മൾ തഖ്വ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? ഇതൊക്കെ തഖ്വ. വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കുക. നിങ്ങൾ മുത്തഖിയാണെങ്കിൽ, മുത്തഖിയായ ഒരു മനുഷ്യൻ ഒരാളെ കളിയാക്കൂല. മുത്തഖിയായ മനുഷ്യൻ ഒരു മനുഷ്യന്റെ കുറ്റങ്ങൾ പറയില്ല. മുത്തഖിയായ മനുഷ്യൻ ഒരു മനുഷ്യന്റെ അവനിഷ്ടമില്ലാത്ത പേരുകൊണ്ട് അവനെ വിളിക്കൂല. മുത്തഖിയായ ഒരു മനുഷ്യൻ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേണ്ടി പറയാം, അയ്യുഹന്നാസ്, അല്ലെ, വിശ്വാസികളെ, ലാ തഹാസു, നിങ്ങൾ പരസ്പരം അസൂയ പുലർത്തരുത്. വലാ തനാജസു,
നിങ്ങൾ പരസ്പരം വില കയറ്റി പറഞ്ഞു. ഒരാൾ വാങ്ങുന്ന സാധനത്തിന് വേറെ വില കയറ്റി പറഞ്ഞിട്ട് നിങ്ങൾ മത്സരിക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം പകവെച്ച് നടക്കരുത്. വലാ തദാബറു, ആളുകളോട് മുഖം തിരിച്ച് പിന്തിരിഞ്ഞ് തെറ്റിത്തിരിഞ്ഞു പോകരുത്. വലാ യബിഉ ബഅ്ദുക്കും വലാ ബൈഉ ബഅ്ദ്, ഒരാൾ വാങ്ങുന്ന സാധനം അതിന്റെ മേലെ വില കൊടുത്തിട്ട് കച്ചവടം നടത്താനുള്ള ശ്രമം നിങ്ങൾ നടത്തരുത്. ഒരാൾ വാങ്ങിയിട്ടുണ്ട്, ഞാൻ അതിൽ കൂടുതൽ തരാം, കച്ചവടം കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പോയിട്ട് കച്ചവടത്തിന് ശ്രമിക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ? വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരായിരിക്കണം. അപ്പൊ സഹോദരി ബന്ധത്തിന് തകർക്കുന്ന ഈ പണികളൊന്നും നിങ്ങൾ ചെയ്യരുത്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു വലാ യഹ്തിറുഹു വലാ യഖ്ദുൽഹു, അവനെ ആക്രമിക്കൂല, അവനെ നിന്ദിക്കൂല, അവനെ ഇൻസൾട്ട് ചെയ്യൂല, ഒന്നും ചെയ്യരുത്. അത്തഖ്വ ഹാഹുന, എവിടെയാണ് തഖ്വ? മനസ്സിലാണ്, നെഞ്ചിലാണ്. വയുഷീറു ഇലാ സ്വദ്രിഹി സലാസ മർറാത്തിൻ, എന്നിട്ട് പറഞ്ഞു ഒരു മനുഷ്യന് ഏറ്റവും വലിയ പാപം എന്താണെന്നറിയോ? തന്റെ സഹോദരനായ മുസ്ലിമിനെ അവഹേളിക്കുക, അവൻ ഇൻസൾട്ട് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കൊടിയ പാപം. അത് മതി അവൻ നശിക്കാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് വേണ്ടി പറയും. കുല്ലൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമൻ, ഒരു മുസ്ലിമിന്റെതും ഒക്കെ മറ്റേ മുസ്ലിമിന് പവിത്രമാണ്. ഹറാമെന്ന് പറഞ്ഞാൽ പവിത്ര ആയതുകൊണ്ട് ഹറാമാണ് കേട്ടോ. ദമുഹു വമാലുഹു വഅർളുഹു, അവന്റെ രക്തവും അവന്റെ അഭിമാനവും അവന്റെ ധനവും. അപ്പൊ നമ്മളിപ്പോ അഭിമാനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, സഹോദര്യ ബന്ധം നമുക്കിടയിൽ ശക്തമായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ആ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കണം. അതിന് വിഘാതമാകുന്ന, അതിനെ ഹനിക്കുന്ന ഒന്നും ഉണ്ടാവില്ല. ഒന്ന് കരുതിയിരിക്കണം. നാവ്, നമ്മൾ പറയുന്നത്, പെരുമാറുന്നതും ഒക്കെ യഥാർത്ഥ വിശ്വാസികളായിട്ട് സഹോദര്യ ബന്ധം കാത്തു സൂക്ഷിച്ച് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. اللهم صل على محمد وعلى ال محمد ايها المؤمنون اوصيكم عباد الله واياي ثانيا بتقوى الله. അല്ലാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു തെരഞ്ഞെടുപ്പ് വരികയാണ് നമ്മുടെ മുമ്പില്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വീറും വാശിയും ആവേശവും ഒക്കെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ കൂടുന്നതിന് മുമ്പ് നമ്മളൊക്കെ അല്ലാഹ് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വോട്ട് ചെയ്തവരായിരിക്കും അല്ലെ. അപ്പോ ആ രൂപത്തിലെ ഒരു സംഗതി ഇവിടെ നടക്കാൻ പോകും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാണ്. എന്താണെന്നറിയോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെ, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പാർട്ടികൾ, വ്യത്യസ്ത ചിന്താഗതിക്കാര്, വ്യത്യസ്ത നിലപാടുകളുള്ളവര്, കാഴ്ചപ്പാടുകളുള്ളവരൊക്കെ മത്സരിക്കുന്ന, അത് മനുഷ്യന്മാർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ഒരേ അഭിപ്രായക്കാരായില്ല, എല്ലാവർക്കും ഒരു കാഴ്ചപ്പാടായിരിക്കില്ല, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല. ഒരു വീട്ടിൽ പോലും 4 ആളുണ്ടെങ്കിൽ 4 മക്കൾക്ക് 4 കാഴ്ചപ്പാടുണ്ടാവും. അത് നമ്മുടെ നാട്ടിലുണ്ടാവും, സമൂഹത്തിലുണ്ടാവും വ്യത്യസ്ത കാഴ്ചപ്പാട്. അപ്പൊ ആ കാഴ്ചപ്പാടുകളുള്ളവർ ഇതുപോലുള്ള ജനാധിപത്യ സംവിധാനങ്ങളിൽ ജനസേവനത്തിനുള്ള മാർഗങ്ങളിലേക്കുള്ള മത്സരമാണ്. അപ്പൊ അതിൽ ആളുകൾ രംഗത്ത് വരും, മത്സരിക്കും, വ്യക്തികളുണ്ടാവും, പാർട്ടികളുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കും. ഓരോരുത്തർക്കും അവനവന്റെ ബോധ്യത്തിനനുസരിച്ച്, അവന്റെ ഇഷ്ടത്തിനും താല്പര്യം അനുസരിച്ച് അവരിഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ഇത് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. പിന്നെ അതിന്റെ ഗുണവും ദോഷമൊക്കെ നമ്മൾ തന്നെ അനുഭവിക്കും. എന്ത് തെരഞ്ഞെടുത്താലും അങ്ങനെയാണല്ലോ. അതിന്റെ ഗുണവും ദോഷവും എന്താണ് നമ്മൾ തെരഞ്ഞെടുത്ത് അത് പിന്നെ നമ്മൾ അനുഭവിക്കും. അത് നമ്മൾ തീരുമാനിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറയാന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് ഇതിപ്പോ ഇനി മൂക്കാൻ പോകണം. 4-5 ദിവസം കൊണ്ട് മൂത്ത് വരും. മൂത്ത് നിന്നിട്ട് നാട്ടിൽ ഇത് ഭയങ്കരമായ വൈരത്തിന്റെ, വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്താതെ നമ്മളൊക്കെ ഒന്ന് സമനില പാലിക്കണം. സന്തുലിത മനസ്സ് നമ്മൾ കാത്തുസൂക്ഷിക്കണം. അതായത് ഈ പറഞ്ഞ ഇസ്ലാമിക സാഹോദര്യത്തിന് കോട്ടം തട്ടുന്ന, മാനുഷിക മൂല്യങ്ങൾക്ക് കോട്ടം തട്ടുന്ന ഒരു നാട്ടിൽ പിന്നെയും ജീവിക്കാൻ പറ്റാത്ത, നാളെ നമ്മൾ കാണേണ്ടവരാണ് എന്ന് പറയുന്നില്ലേ, നാളെ ഇത് കഴിഞ്ഞാലും പിന്നെയും മുഖത്തോട് മുഖം നോക്കാനും കാണാനും പറ്റാത്ത വിധം പരസ്പരമുള്ള ആക്ഷേപങ്ങൾ, കളിയാക്കലുകൾ, പരിഹസിക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ, ഇങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോലും
സംഭവിക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കിടയിലുള്ള മാനവിക ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കണം. ആശയങ്ങൾ ആശയമായ സംവാദമൊക്കെ നടക്കട്ടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവർ അതൊക്കെ രേഖപ്പെടുത്തിക്കോട്ടെ. പക്ഷെ മാന്യത വിട്ടിട്ടുള്ള, നമ്മൾ ഈ പറഞ്ഞ ഇസ്ലാമിക സാഹോദര്യം വിട്ടിട്ടുള്ള നമ്മുടെ നമ്മളെ മഹല്ലിൽ പറഞ്ഞതൊക്കെ എല്ലാ കാഴ്ചപ്പാടുള്ളവരുണ്ടാവില്ലേ, അവരൊക്കെ അവരുടേതായ സംഗതികൾ പറയാനും ഒക്കെ ചെയ്യും. പക്ഷെ ഇസ്ലാമിക സാഹോദര്യം തകർക്കുന്ന, നമ്മുടെ മഹല്ലിന്റെ ഐക്യം തകർക്കുന്ന, നമ്മുടെ കെട്ടുറപ്പ് തകർക്കുന്ന രൂപത്തിലുള്ള യാതൊരു സംഗതിയും ഉണ്ടാവാൻ പാടില്ല. ഉയർന്നു നിൽക്കണമെന്നാണ് എന്റെ നാട്ടുകാരോടും എന്റെ സുഹൃത്തുക്കളോടും പിന്നെ പാർട്ടിക്കാരോടും പ്രവർത്തകരോടും ഒക്കെ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഇത് പറയാൻ ബാധ്യതപ്പെട്ട ഒരാളെന്ന നിലക്ക് ഇപ്പോൾ ഞാൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത പിന്നെ 11-ാം തീയതി കഴിഞ്ഞ 12-ാം തീയതിയും 13-ാം തീയതിയും 14-ാം തീയതിയും ഒക്കെ നമുക്കിവിടെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. നമ്മുടെ സഹോദര്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കണം. അതിന് വിഘാതമാകുന്ന ഒന്നും നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉണ്ടാവാൻ പാടില്ല. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമുഹു വലാ യഹ്തിറുഹു വലാ യഖ്ദുലു. അല്ലേ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവഹേളിക്കുക, നിന്ദിക്കുക, ആക്രമിക്കുക, അത്തരം സംഗതികളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നാവുകൊണ്ട്, ഫോണുകൊണ്ട്, കൈവിരലുകൊണ്ട് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ, ഒക്കെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളെ കുറിച്ച് അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും കേട്ടോ. അത് ഓർമ്മ വരുത്തി. ഞാൻ രാഷ്ട്രീയത്തിൽ ചെയ്താണെന്ന് പറയാൻ പറ്റൂല. രാഷ്ട്രീയത്തിൽ കളിയാക്കാം, രാഷ്ട്രീയത്തിൽ കുറ്റം പറയാ, രാഷ്ട്രീയത്തിൽ പരിഹസിക്കുക, രാഷ്ട്രീയത്തിൽ ആളുകളെ അവഹേളിക്കുക, അതൊക്കെ രാഷ്ട്രീയത്തിലാണ്. ഞാൻ പള്ളിയിലല്ല ചെയ്തത്, അങ്ങാടിയിലാണ് എന്ന് അള്ളാന്റെ മുമ്പിൽ പറയാൻ ഒരു സത്യവിശ്വാസികൾക്ക് സാധിക്കും കേട്ടോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ദിവസത്തെ സൂക്ഷിച്ചോളൂ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാവരും, എല്ലാ പാർട്ടിക്കാരും, എല്ലാ നേതാക്കളും, എല്ലാ ജാഥക്കാരും, പ്രകടനക്കാരും, സ്ഥാനാർത്ഥികളും, നേതാക്കളും ഒക്കെ തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് മടങ്ങുട്ടോ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. നിങ്ങൾ ചെയ്തതൊക്കെ, പറഞ്ഞതും ചെയ്തതിന്റെ ഒക്കെ ഫലം അവിടെ നിങ്ങൾക്ക് കാണുട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനം. അപ്പൊ ഇതൊക്കെ ഇത് ജീവിതത്തിൽ പാലിക്കണം പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്നേഹവും ഐക്യവും സാഹോദര്യവും ഒക്കെ ശക്തിപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കട്ടെ. അത് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ തകരണം, മനുഷ്യർ തമ്മിലടിക്കണം, ഇത് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ശക്തിയുള്ളത് പിശാചാണ്, പിശാചിന്റെ ശക്തികളാണ്. ആ പൈശാചിക ശക്തികളും പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ, ഇരു ലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ പലരുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരി, നമ്മുടെ അനങ്ങാടൻ, നമ്മുടെ പോക്കേടൊക്കെ സഹോദരി പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവരുടെ ജനാസ ഉണ്ടായത്. നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അതുപോലുള്ള പിന്നെയും പലരും മരിച്ചുപോയി. ഇപ്പൊ മുള്ളിയാകുരിശിയിൽ ആരും സംരക്ഷിക്കാൻ ആളില്ലാതെ നാട്ടുകാരൊക്കെ കൂടി സംരക്ഷിച്ച ഒരു താത്ത ഇന്നലെ മരണപ്പെട്ടു. അങ്ങനെ പലരും ഉണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.